തിരുവനന്തപുരത്ത് 16 വയസ്സുകാരനെ കുത്തിയ ശേഷം പ്രതികൾ ചിതറിയോടുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസ് ഈ മണിക്കൂറിൽ പുറത്തുവിടുകയാണ്. കേസിൽ കസ്റ്റഡിയിൽ ഉള്ള ഒരാളിൽ അയാൾ കാപ്പ കേസിലെ പ്രതിയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ചെങ്കൽച്ചൂള രാജാജി നഗർ സ്വദേശി അലനാണ് ഇന്നലെ വൈകുന്നേരം കുത്തേറ്റ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് 18കാരനെ കുത്തിയ ശേഷം പ്രതികൾ ചിതറിയോടുന്ന ആരെല്ലാമാണ് ഈ അക്രമി സംഘത്തിലുള്ളത് എന്നത് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. കേസിൽ കസ്റ്റഡിയിൽ ഉള്ള ഒരാൾ കാപ്പ കേസിലെ പ്രതിയാണ് എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. രാജാജി നഗർ സ്വദേശി അലനാണ്, സെക്രട്ടറിയുടെ തൊട്ട് പിന്നിലുള്ള രാജാജി നഗർ സ്വദേശി അലനാണ് ഇന്നലെ വൈകുന്നേരം കുത്തേറ്റ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇന്ദുലേഖ വിവരങ്ങളുമായി അയച്ചിരുന്നത്. ഇന്ദു, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിനകം എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? ആസൂത്രിതമായൊരു കൊലപാതകം എന്തുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരികയായിരുന്നല്ലോ. ഇങ്ങനൊരു ആസൂത്രണം, അതിന്റെ ഭാഗമായി കൊലപ്പെടുത്തുക, അതിലേക്ക് എത്തിച്ച തർക്കം എന്തായിരുന്നു? രതീഷ്, ഇന്നലെ വൈകുന്നേരത്തോടു കൂടെ ഇങ്ങനെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തൈക്കാട് ശാസ്താക്ഷേത്രത്തിനടുത്ത് നടക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ക്രൈം സ്പോട്ട്. ഇവിടെയാണ് അലൻ ഇന്നലെ കുത്തേറ്റ് പിടഞ്ഞു വീഴുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അല്ലെങ്കിൽ ഫുട്ബോൾ കളി നടക്കുന്ന ക്ലബ്ബുകൾ തമ്മിലുണ്ടായ ഒരു തർക്കം പരിഹരിക്കാനാണ് അലൻ ഇന്നലെ ഈ സ്പോട്ടിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയ ശേഷം അവർ തമ്മിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ ജഗതി കോളനിയിലെയും ചെങ്കൽച്ചൂള കോളനിയിലെയും കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള തർക്കമായി പരിഹരിക്കാനായിട്ട് അലൻ എത്തിയത്. അലൻ ചെങ്കൽച്ചൂള സ്വദേശിയാണ്. മാത്രമല്ല, അപ്പോൾ ഓപ്പോസിറ്റ് ടീമിലുണ്ടായിരുന്ന കുട്ടികൾ ജഗതിയിൽ നിന്നും ഇതുപോലെ തന്നെ മധ്യസ്ഥതയ്ക്ക് സംസാരിക്കാൻ വേണ്ടി രണ്ടുപേരെ വിളിച്ചു വരുത്തുകയായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളാണ്, അധികം പ്രായമുള്ളവരല്ല, 25 വയസ്സിൽ താഴെയുള്ളവരാണ്. ഒരു 18-20 വയസ്സിനോടടുത്ത് യൂണിഫോം ഇട്ട കുട്ടികൾ വരെ അക്കൂട്ടത്തിലുണ്ട്. അവരായിരുന്നു സംസാരിക്കാനായിട്ട് എത്തിയിരുന്നത്. സംസാരിച്ചതിന് ശേഷം പിന്നീട് അത് കയ്യാങ്കളിയിലേക്കും തർക്കത്തിലേക്കും ഒക്കെ കലാശിച്ചു. ആ സമയത്താണ് അലനെ കൂട്ടത്തിൽ ഒരാൾ കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തുന്നത്. അലന്റെ ശരീരത്തിൽ ഒരു മുറിപ്പാട് മാത്രമാണുള്ളത്. കൃത്യം ഹൃദയഭാഗത്തായിട്ടാണ് കത്തി ആഴ്ന്നിറങ്ങിയത്. ഉടൻ തന്നെ അലൻ മരണപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ച് തലയിൽ ശക്തമായ ഒരു അടിയും അലൻ ഏറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സമീപത്ത് കട നടത്തുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: രൂക്ഷമായ രീതിയിൽ, മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളും തെറിവിളികളും കേട്ടാണ് എന്താണ് ഇവിടെ സംഭവമെന്ന്. ഇതിനു മുമ്പും ഇതുപോലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഈ ഒരു പ്രദേശത്ത് അടിയും വഴക്കും ഉന്തും തള്ളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലൊരു പ്രശ്നമാണെന്ന് കരുതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി ഇറങ്ങി അവർ നോക്കുമ്പോൾ അലൻ ഈ ട്രാൻസ്ഫോമറിന്റെ ചുവട്ടിലേക്ക് പിടഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ അലന്റെ കൂടെ എത്തിയിരുന്ന 2 പേർ അലനെ ഇരുചക്ര വാഹനത്തിലാണ് ആശുപത്രിയിലേക്ക് എടുത്തുന്നത്. ആ സമയം തന്നെ അവശനായിട്ട് അലന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ബോധം നഷ്ടപ്പെട്ട അലനെ ഇരുചക്ര വാഹനത്തിലാണ് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി ഒന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആ കടന്നു പോകുന്ന കുട്ടികളുടെ കയ്യിൽ മാരകായുധങ്ങളുണ്ട്. ക്ലബ്ബുകൾ തമ്മിൽ മുൻപേ തന്നെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വഴക്ക് നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊരു സമാധാന ചർച്ചയ്ക്ക് എത്തിയെങ്കിലും ആക്രമിക്കുക എന്നൊരു ഉദ്ദേശം മുൻപേ തന്നെ ഇവർക്കുണ്ടായിരുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ മാരകായുധങ്ങളുമായി എത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. വടി, അതുപോലെ തന്നെയുള്ള ആയുധങ്ങളൊക്കെ അതിൽ പലരുടെയും കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രായം അധികമില്ലാത്ത ആൾക്കാരാണ്, വിദ്യാർത്ഥികളാണ്. ഒരു 18-20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവിടെ കണ്ടു നിന്നവരെല്ലാം പറയും സഹിക്കാൻ പറ്റാത്ത അസഹ്യമായ രീതിയിലുള്ള തെറിവിളിയായിരുന്നു, അതുപോലെ തന്നെ കയ്യാങ്കളിയായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ഇവിടെ തൊട്ടപ്പുറത്ത് തൈക്കാട് മോഡൽ സ്കൂളാണ്. ഇവിടെ അമ്പലമുണ്ട്. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽസിൻ്റെ ഒക്കെ താമസ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ പല ഒഫീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ കേരള NGO യൂണിയൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നിലവിൽ നമ്മളിവിടെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ റോഡിലേക്ക് ഫേസ് ചെയ്ത് ഒരു CCTV ഇല്ല. പകരം എല്ലാം സ്ഥാപനങ്ങളുടെ സ്വന്തമായിട്ടുള്ള CCTVകളാണ്. അങ്ങനെ ഒന്നിൽ നിന്നാണ് നമുക്ക് ഈ ദൃശ്യം ലഭിച്ചതും. മറ്റു തരത്തിൽ ഇപ്പം പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരോളം ഈ കേസിൽ പ്രതികളായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. 2 പേരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടി ഒന്ന് കേൾക്കാം. വിശദമായി തന്നെ ഇന്ദുലേഖ അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കുട്ടികളുടെ ഒരു സംഘം ഏറ്റുമുട്ടി, യുവാക്കളുടെ ഒരു സംഘം ഏറ്റുമുട്ടുകയായിരുന്നു എന്നത് വ്യക്തമാകുന്നു. 20-21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർ കാണുന്നത്.
നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. 42 വർഷം കൊണ്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഈ ഇടവഴി നടക്കാത്ത സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം കോളേജിൽ ഇപ്പം ഇയാളെ പ്രായമുള്ള കൊച്ചു പെൺപിള്ളേരായാലും ശരി തന്നെ, പയ്യന്മാരായാലും ശരി തന്നെ, അവരുടെ ആവശ്യം ഉപയോഗിച്ചോട്ട്. പക്ഷേ ആൾക്കാർ പോകാൻ നേരത്ത് ആ രീതിയിലൊന്ന് ഒരു പെരുമാറാത്ത രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പിറകിൽ തന്നെ ഇത് തന്നെ ആയിക്കോന്ന് ചോദിച്ചാൽ കാര്യം എന്ന് വെച്ചാൽ അങ്ങനത്തെ വൃത്തികെട്ട രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം വരാൻ നേരത്ത് കാണുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. മോശമാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ സൂചിപ്പിക്കുന്നത്? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് അദ്ദേഹം കാര്യമായി അദ്ദേഹത്തിന്റെ പ്രതികരണം പോകുന്നില്ല. ഇപ്പോൾ വന്ന CCTV ദൃശ്യങ്ങളിൽ ചിതറിയോടുന്നതും മറ്റും നമുക്ക് കാണാം. രാജാജി നഗർ എന്നത് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് എന്ന കുപ്രസിദ്ധി നേടിയിരുന്നു. അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള ആളുകളുടെ തന്നെ വലിയ ഇടപെടലുകൾ ഉണ്ടായി. കഴിഞ്ഞൊരു 25-30 വർഷമായി കാര്യമായ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നഗരത്തിലെ മാതൃകാ പ്രദേശങ്ങളിലൊന്നാണ് രാജാജി നഗർ. മാത്രമല്ല ദേശീയ തലത്തിൽ ഉൾപ്പെടെ പേര് നേടിയ നിരവധി കായിക താരങ്ങളുടെ ഒരു കൂട്ടായ്മയുള്ള സ്ഥലം കൂടിയാണ്. ബോക്സിംഗിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ പോയ നിരവധി പേർ അവിടെയുണ്ട്. നിരവധി കലാകാരന്മാരുള്ള സ്ഥലമാണ്. ഒരു പ്രദേശത്തെ ആകെ മാറ്റിയെടുക്കുന്നത് ദീർഘകാലമായുള്ള അവിടെയുള്ള ആളുകളുടെയും ഒക്കെ ഇടപെടലിന്റെ തുടർച്ചയായിട്ട് അതിന്റെ ഭാഗമായി കായിക വിദ്യാഭ്യാസം കാര്യമായി നൽകപ്പെടുന്ന ഒരു സ്ഥലമാണ്. രാജാജി നഗറിനോട് ചേർന്ന് പ്രധാന പാതയ്ക്ക് തമ്പാനെ പോകുന്ന പാതയ്ക്ക് സമീപം ചെറിയ കുട്ടികളെ 5 വയസ്സ് മുതലൊക്കെ അവിടെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നത് ഉൾപ്പെടെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ വലിയൊരു മുഖം മാറ്റം ഉണ്ടായ സ്ഥലമാണ്. അവിടെയാണ് വീണ്ടും ഒരു അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. തലസ്ഥാന നഗരവുമായി ബന്ധപ്പെട്ട അതിന്റെ പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ദുലേഖയാണ് വിവരങ്ങളുമായി തുടരുന്നത്. ഇന്ദു, പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ 5ഓളം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അക്രമി സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രതീക്ഷ, അതാണ് കൃത്യമായി നമുക്ക് ഇത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമാണ്. ആ സമയത്ത് ഏകദേശം 30ഓളം വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം ഇവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വിദ്യാർത്ഥികളും ഉൾപ്പെടും. നമ്മൾ പറഞ്ഞു യൂണിഫോമിലുള്ള കുട്ടികളെ വരെ നമ്മൾ അതിനകത്ത് കണ്ടു. 5 പേരാണ് നിലവിൽ കൃത്യമായി അലന്റെ മരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഏകദേശം 5 പേരെന്നാണ് പറയപ്പെടുന്നത്. 2 പേരെ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അലനാണ് ചെങ്കൽച്ചോള സ്വദേശി. ഈ കുത്തി പരിക്കേൽപ്പിച്ച ആൾ ജഗതി സ്വദേശിയാണ് എന്നാണ്, ജഗതി കോളനിയിൽ നിന്നുള്ള ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. അയാൾ പക്ഷെ വിദ്യാർത്ഥിയല്ല, പുറത്തുനിന്ന് വന്നാണ്. നമുക്കറിയാം ആ യൂണിഫോമിലല്ലാതെ മറ്റു കാണുന്ന ആൾക്കാർ. ഇപ്പോൾ ഇവിടെ അലൻ ഇവിടെ കുത്തേറ്റ് പിടഞ്ഞു വീണ ശേഷവും അതിഭീകരമായ രീതിയിലുള്ള തെറിവിളിയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇവൻ പിടഞ്ഞു വീഴുന്നത് കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും മറ്റാൾക്കാരും ചിതറി ഓടുകയായിരുന്നു എന്നാണ് കണ്ട ആളുകൾ പറയുന്നത്. കുത്തേൽക്കുന്നത് നേരിട്ട് കണ്ട ആരുമില്ല. കാരണം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള സംഘർഷവും വാക്തർക്കവും ഒക്കെ ഇവിടെ സ്ഥിരം എന്നതുപോലെ ഒരു കാഴ്ചയായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആവാം എന്നാണ് കരുതിയത്. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മാറി അലൻ പിടഞ്ഞു വീഴുമ്പോഴാണ് കാര്യം ഇത്ര ഗുരുതരമായത് ഇവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തന്നെ ഉടൻ തന്നെ അലന്റെ കൂടെ ഉണ്ടായിരുന്നവർ അലനെ എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രതീഷ്.